നമസ്കാരം. IPL ഇതുവരെ കിരീടഭാഗ്യം ഉണ്ടായിട്ടില്ലാത്ത ടീമാണ് ഡൽഹി ക്യാപിറ്റൽസ്. 18ാം സീസൺ വളരെ പോസിറ്റീവായി തന്നെ അവർ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ ലക്നോ സൂപ്പർ ജെയിൻസിനെയാണ് ഒരു വിക്കറ്റിന് DC മറികടന്നത്. പുതിയ നായകൻ അക്ഷർ പട്ടേലിന് ഏറെ ആശ്വാസവും ആത്മവിശ്വാസവും നൽകുന്ന വിജയം തന്നെയായിരുന്നു ഇത്. ഋഷഭ് പന്ത് നയിച്ച ലക്നോ സൂപ്പർ ജെയിൻസിനെതിരെ പരാജയത്തിന്റെ വക്കിൽ നിന്നാണ് കിരീടം തിരിച്ചുവരവ് നടത്തി DC വിജയം സ്വന്തമാക്കിയത്. ഇതിന് പ്രധാനമായും അവർ കടപ്പെട്ടിരിക്കുന്നത് അശുതോഷ് ശർമ്മയോടാണ്. താരത്തിന്റെ തകർപ്പൻ ഫിനിഷിംഗ് ആണ് ഈ തോറ്റുനുറപ്പിച്ച ഇടത്തു നിന്നും ഡൽഹിയെ രക്ഷിച്ചെടുത്തത്. അതിനിടയിൽ ഈ മത്സരത്തിൽ DCയുടെ ഇന്നിംഗ്സിനിടെയുണ്ടായ രസകരമായ ഒരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. മുൻ DC അതായത് ഡൽഹി ക്യാപിറ്റൽസ് ക്യാപ്റ്റൻ കൂടിയായ ഋഷഭിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രവൃത്തിക്കെതിരെ സമ്മിശ്ര പ്രതികരണമാണ് ഉയരുന്നത്. അദ്ദേഹം ചെയ്തത് ശരിയായില്ല എന്നാണ് ഭൂരിഭാഗം പേരും ചൂണ്ടിക്കാണിക്കുന്നത്. ഡൽഹി ക്യാപിറ്റൽസിന്റെ റൺചേസിനിടെ 18ാം ഓവറിലായിരുന്നു കാണികളെ മുഴുവൻ ചിരിപ്പിച്ച രസകരമായ സംഭവം ഉണ്ടായത്. സ്പിന്നർ രവി ബിഷ്ണോയിയാണ് ഈ ഓവർ പന്തെറിഞ്ഞത്. ആദ്യ പന്തിൽ തന്നെ മിച്ചൽ സ്റ്റാർക്കിനെ അദ്ദേഹം പുറത്താക്കി. തുടർന്ന് ചൈനമൻ സ്പിന്നറായ കുൽദീപ് യാദവാണ് ക്രീസിലെത്തിയത്. ബാക്ക് ഓഫ് ലെങ്ത് ബോളിനെതിരെ ഷോട്ട് കളിക്കാനായിരുന്നു കുൽദീപിന്റെ ശ്രമം. പക്ഷേ അത് വിജയിച്ചില്ല. ബോൾ പിച്ചിൽ തട്ടി ഉയർന്ന ശേഷം നേരെ വിക്കറ്റിന് പിന്നിലുണ്ടായിരുന്ന ഋഷഭിന്റെ കൈകളിലേക്കാണ് ഇത് വന്നത്. ഷോട്ടിന് പിന്നാലെ ബാലൻസ് അല്പം തെറ്റിയ കുൽദീപ് മുന്നോട്ടാഞ്ഞ പിച്ചിൽ കൈകുത്തുകയും ചെയ്തു. കുൽദീപിന്റെ കാൽ അപ്പോഴും ക്രീസിനകത്തുണ്ടായിരുന്നു. ഇത് കണ്ട ഋഷഭ് കുൽദീപിനെ പിറകിൽ നിന്നും കൈകൊണ്ട് തള്ളി നിലത്തിടുകയായിരുന്നു. താരം ക്രീസിന് പുറത്തേക്ക് വീണതിന് പിന്നാലെ ഋഷഭ് സ്റ്റംപിംഗ് നടത്തുകയും ചെയ്തു. പക്ഷേ വിക്കറ്റിനായി ഋഷഭിന്റെ ഭാഗത്തു നിന്നും അപ്പീലൊന്നും ഉണ്ടായില്ല. നേരത്തെ ഡൽഹി ക്യാപിറ്റൽസ് ടീമിന്റെ ഭാഗമായതിനാൽ തന്നെ കുൽദീപുമായി വളരെ നല്ല സൗഹൃദമാണ് ഋഷഭിനുള്ളത്. ഇതിന്റെ ഭാഗമായ ഒരു തമാശയായിട്ടാണ് കുൽദീപിനെ ക്രീസിന് പുറത്തേക്ക് ഋഷഭ് ഉന്തിയിട്ടത്. ഋഷഭ് ഇതൊരു തമാശയായി തന്നെയാണ് ചെയ്തതെന്ന് ഓൺ ഫീൽഡ് അമ്പയർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ LSD നായകന്റെ ഈ ഒരു കുസൃതി അവരും അത്ര കാര്യമായി എടുത്തതുമില്ല. ലക്നോ സൂപ്പർ ജെയിൻസ് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഋഷഭ് പന്ത് പ്രതീക്ഷിച്ചതുപോലെയല്ല ഈ സീസണിലെ ആദ്യ മത്സരത്തിൽ കളിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. 27 കോടി എന്ന ഓൾ ടൈം റെക്കോർഡ് തുകയ്ക്കാണ് അദ്ദേഹം ഇത്തവണ LSDയിലേക്ക് എത്തിയത്. പക്ഷേ DCക്കെതിരെ അതായത് ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ബാറ്റിംഗിൽ ഋഷഭ് വൻ ഫ്ലോപ്പായി മാറുകയായിരുന്നു. 6 ബോൾ നേരിട്ടിട്ടും അക്കൗണ്ട് തുറക്കാൻ സാധിക്കാതെ ഋഷഭ് 0-ന് മടങ്ങുകയായിരുന്നു. അതിനുശേഷം ക്യാപ്റ്റൻസിയിലും അദ്ദേഹം വേണ്ടത്ര പ്രകടനം കാണിച്ചില്ല. ഋഷഭിന്റെ ചില ബൗളിംഗ് മാറ്റങ്ങൾ പരാജയമായി മാറി. കൂടാതെ ഋഷഭിന് വിക്കറ്റിന് പിന്നിലും ചില അബദ്ധങ്ങൾ വരുത്തി. അവസാന ഓവറിലെ ആദ്യ ബോളിൽ മോഹിത് ശർമ്മയുടെ ഒരു സിമ്പിൾ സ്റ്റംപിംഗ് അവസരമാണ് ഋഷഭ് പാഴാക്കി കളഞ്ഞത്. അദ്ദേഹത്തിന് ഈ ഒരു പിഴവ് സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ലക്നോ കളി സുഖമായി ജയിക്കുമായിരുന്നു.